നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരു കലയാണല്ലേ? അതെ, അച്ഛനും അമ്മയും കൂടെ കുളിപ്പിക്കുമ്പോഴാ അതൊരു കലയാവുന്നെ. ഇത് ഇത്രയും വരെയായോ? വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടെ? അയ്യോ, അമ്മയുടെ കണ്ണിന് എന്തോ പറ്റി? എന്റെ കണ്ണിനൊന്നും പറ്റിയില്ലല്ലോ. ഉണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ഇവിടെ എന്ന് ചോദിക്കോ? ഒന്നും അമ്മായി കാണുന്നില്ല. അയ്യോ, എന്റെ അമ്മായി അമ്മയുടെ കാഴ്ച ശക്തി പോയേ. മതിയടി കളിയാക്കിയത്. ഈ സംയുക്ത കുളിപ്പിക്കല് കണ്ടോണ്ട് തന്നെയാ ഞാനങ്ങനെ ചോദിച്ചത്. നീ എന്താണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നേ? ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെന്ന്. ആ സന്തോഷം എന്താണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. നീ ഒരു പോലീസ് ഓഫീസറാ, നിനക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എന്താ പോലീസ് ഓഫീസർമാർക്ക് സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള അവകാശമൊന്നും ഇല്ലേ? കുട്ടികളെ കുളിപ്പിക്കുന്നതേ വീട്ടിലെ അമ്മമാരോ മറ്റു വേലക്കാരികളോ ആണ്. ഒരു വേലക്കാരി ആ കൃത്യം ചെയ്യുന്നുണ്ടല്ലോ. നീ നിന്റെ പാട് നോക്കിപ്പോ. അമ്മേ, മീനാക്ഷി ഈ വീട്ടിലെ വേലക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. പിന്നെ അവൾ അടിമയാണെന്നോ നീ അറബിയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട്? ഞാൻ അറബിയോ അല്ല, ഒട്ടകവും അല്ല, ഒരു മാങ്ങാത്തൊലിയും അല്ല. കുറെ കാലം ഞാനൊരു ചെകുത്താനായിരുന്നു. എന്താ മതിയോ? ചെകുത്താനോ? അമ്മേ, ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഈക്വൽ പാർട്ണർഷിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അടുക്കളപ്പണി ഭാര്യയ്ക്ക്, കുഞ്ഞിനെ കുളിപ്പിക്കൽ ഭാര്യയ്ക്ക്, തുണി അലക്കൽ ഭാര്യയ്ക്ക്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഭർത്താവിനും ചെയ്യാവുന്നതാണ്. പ്രസവം ഒഴിച്ച് ബാക്കി എല്ലാ ജോലിയും ഭർത്താവിനും ചെയ്യാവുന്നതാണ്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനും എന്റെ വൈഫ് മീനാക്ഷി അത് ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുക. അതിനിടയ്ക്ക് അമ്മായിയമ്മമാരുടെ സ്ഥിരം പരിപാടി ഇവിടെ വേണ്ട. അമ്മ എവിടെയെങ്കിലും പോയി അടങ്ങിയൊതുങ്ങിയിരിക്കുക. കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാവട്ടെ. അത് കളിക്ക്. ഇവൻ മീനാക്ഷിയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞു. കുടുംബം തട്ടിപ്പടുക്കുക. ഈ കുടുംബത്തെ എങ്ങനെ വെട്ടണം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.